ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു ഓവർസിയർ ലൈവ് ബാച്ച് ഈ വരുന്ന 27th സെപ്റ്റംബറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഈ വരുന്ന മാസങ്ങളിൽ ഈ വർഷവും അടുത്ത വർഷമൊക്കെ ആയിട്ട് ഒരുപാട് ഓവർസിയർ എക്സാംസുകളാണ് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് വരാൻ പോകുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം, ഹാർബർ ഗ്രേഡ് 2 എക്സാം, അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഡേറ്റ് വന്നിട്ടുള്ള നവംബറിലെ ട്രേസർ എക്സാം, അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ വരുന്ന ഇനി വരാൻ പോകുന്ന കലണ്ടറിലും തന്നെ ഡിസംബറിലും ജാനുവരിയിലൊക്കെ ആയിട്ടും ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അതാ PSCയുടെ പുതിയ തീരുമാനങ്ങളിലൊന്ന് അടുത്ത നോട്ടിഫിക്കേഷനിൽ നമ്മുടെ ഹാർബറിന്റെ ഗ്രേഡ് 3 എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ LSTD ഗ്രേഡ് 1, 2, 3, PWDയുടെ തന്നെ ഗ്രേഡ് 1, 3, ഇങ്ങനെ ഒരുപാട് ഓവർസിയർ എക്സാംസുകളിൽ കഴിഞ്ഞ 2022ലും 23ലൊക്കെ നടന്ന എക്സാംസുകൾ ഇനി ഇതാ 24, 25ലും അതുപോലെ 21ലൊക്കെ നടന്ന എന്താണ് ഈ 25ലും 24ലും 26ലൊക്കെ ആയിട്ട് നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ എക്സാമിന്റെ ഒക്കെ ഡേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് നടപടിയാകുന്ന ഒരു കേസ് അല്ല. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്രയും ഒരുപാട് ആൾക്കാരോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ ഒപ്പം കോമ്പറ്റേറ്റ് ചെയ്ത് പഠിച്ചെടുത്ത് ഒരു 100 or 200 ഉള്ളിൽ റാങ്ക് വാങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജോലി കിട്ടുള്ളൂ അല്ലെ. നമ്മളൊക്കെ ഉദ്ദേശം എന്താ, വെറുതെ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല. അത് നമുക്ക് പറയാം, അല്ല കല്യാണാലോചന വരുമ്പോഴോ അല്ലെങ്കിൽ CV-ലൊക്കെ വെക്കാം PSCയിൽ ഇത്രയൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, 100 or 200 ഉള്ളിൽ റാങ്ക് വാങ്ങിയിട്ട് ജോലി തന്നെ കിട്ടണം അല്ലെ. നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. ഓക്കെ, ഞാൻ സിവിൽ ITI ആണ്, ഡിപ്ലോമയാണ്, BTech ആണ്. എനിക്ക് അതിൽ തന്നെ ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നതിലും വലിയൊരു അച്ചീവ്മെന്റ് എന്താണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡിലാണ് നമ്മൾ പഠിച്ച ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ഒരു ഓവർസിയർ ആയിട്ട്, ഒരു ട്രേസർ ആയിട്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, അത് നിങ്ങളുടെയൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ എന്തായിരിക്കും, ഒരു ലൈഫ് ഗോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കരിയർ ഗോൾ ആയിരിക്കും അല്ലെ. അപ്പൊ അതിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ വരുന്ന സെപ്റ്റംബർ 27 നമ്മുടെ 4ാമത്തെ ബാച്ചാണ് ഓവർസിയറിന്റെ ലൈവ് ബാച്ച്. അപ്പൊ കഴിഞ്ഞ 3 ബാച്ചുകളൊക്കെ വളരെ അടിപൊളിയായിട്ട്, അതിൽ ആദ്യത്തെ ബാച്ചുകൾ ഓൾമോസ്റ്റ് പാസ് ഔട്ട് ആവാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ക്ലാസ്സുകളെ കുറിച്ചോ ക്വസ്റ്റ്യൻസുകളെ കുറിച്ചോ എക്സാംസുകളെ കുറിച്ചോ ലൈവ് മെന്റർഷിപ്പുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കാം. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി, നിങ്ങൾ ഈ ഒരു ഗവൺമെന്റ് ജോലി നോക്കുന്നവരാണെങ്കിൽ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ പറയാം. 27th തുടങ്ങുന്ന ഓവർസിയർ കംപ്ലീറ്റ് ക്ലാസ്സുകളും എന്താണ്, ലൈവാണ്. ഇന്ന് നിങ്ങൾക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസുകളിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസ്, ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആദർ സർ, മെഗ്നമിസ്, അതുപോലെ അസ്നമിസ്, നിഖിൽ സർ ഒക്കെ നമ്മളെല്ലാവരും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും അടിപൊളി ക്ലാസ്സുകൾ അല്ലെ. നമ്മൾ തന്നെ ഒരു സൈലത്തിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സൈലം എന്ന് പറയുന്നത്. സൈലത്തിന്റെ ഏതൊരു കോഴ്സുകൾ എടുത്താലും ഏറ്റവും ടോപ്പ് ലെവൽ ക്ലാസ്സുകൾ ഏതൊരാൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സൈലം ടെക്നിക്കലിലും അതിലൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് നോച്ച് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഈ സൈലം ടെക്നിക്കലിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ഒരു 4th ഞാൻ നിങ്ങളോട് പറഞ്ഞ കഴിഞ്ഞ 3 ബാച്ചുകളിലും ഓവർസിയറിന്റെ കഴിഞ്ഞ 3 ലൈവ് ബാച്ചുകളിലും നിങ്ങൾക്ക് കുട്ടികളോട് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ക്ലാസ്സുകൾ എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും എന്നുണ്ട്, കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഒരു ദിവസം അറൗണ്ട് ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് എന്തായാലും നേരത്തെ ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ, അതിൽ തന്നെ കൂടുതൽ ക്ലാസ്സുകളും ഈവനിങ്ങിലായിരിക്കും. കൂടുതൽ ക്ലാസ്സുകളും നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ. പക്ഷെ അത് മാത്രം നമ്മൾ വെച്ചാൽ നമുക്ക് ടോപ്പിക്കുകൾ കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ചില ക്ലാസ്സുകൾ നമുക്ക് മോർണിംഗ് ടൈമുകളിൽ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു 2 to 3 hour പെർ ഡേ ലൈവ് ക്ലാസ്സുകൾ ഒരു വീക്കിൽ ഒരു അറൗണ്ട് 6 days, മൺഡേ ടു സാറ്റർഡേ എന്നുള്ള രീതിയിൽ 6 days ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരിക. അപ്പൊ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ ITI ഡിപ്ലോമ, അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ട്രേസറിന് ഒരു സിലബസ് അല്ലേ, ജൂനിയർ ഇൻസ്ട്രക്ടറിന് വേറൊരു സിലബസ് അല്ലേ, ഗ്രേഡ് 2 എക്സാമിന് അല്ലെങ്കിൽ ഗ്രേഡ് 1 എക്സാമിന് വേറൊരു സിലബസ് അല്ലേ. പക്ഷെ നമ്മൾ ഈ സിലബസ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സാം എഴുതുന്ന ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവും. എന്താണ്, ഇവിടെ ഒരു 70-80% സെയിം ആണ്.
സർവേ, BM ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, എസ്റ്റിമേഷന്, അതുപോലെ ഡ്രോയിങ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷന്, അല്ലെ ഇറിഗേഷൻ, ഹൈഡ്രോളജി, എൻവയോൺമെന്റൽ, പബ്ലിക് ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ കുറേ സബ്ജക്റ്റുകൾ എന്താണ് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ITI ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ലെവൽ എക്സാംസുകൾക്കും നിങ്ങൾക്ക് ഒരു കോഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഓരോ സബ്ജക്റ്റുകളിൽ ആ ഒരു സിലബസിൽ ഇപ്പോൾ ഗ്രേഡ് 2ഉം 3ഉം വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ അതെന്തായാലും നിങ്ങളോട് ഫാക്കൾട്ടീസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചെടുത്താൽ മതി. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ്സിന്റെ കേസുകൾ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നില്ല. നമ്മൾ എല്ലാ ബാച്ചുകളിലും ഇതുവരെ തുടർന്നു പോരുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സാം ഏതാണോ അതിൻ്റെ അതേ ലെവലിൽ വരുന്ന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ എത്ര തവണ വേണമെങ്കിലും നിങ്ങളുടെ കോഴ്സ് തീരുന്നത് വരെ നിങ്ങൾക്ക് ആ ഒരു 1 ഇയർ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ലൈവായിട്ട്, ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ലൈവായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ 2-3 മാസം നമുക്ക് അതങ്ങ് ഒരു ശീലമായിട്ട് മാറിയാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ക്ലാസ്സുകൾ കഴിഞ്ഞാലും ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്വഭാവം പോലെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ബട്ട് ഇൻ കേസ് ഒരു പനി വന്നു, കല്യാണം വന്നു, ഒരു ട്രിപ്പ് പോയി എന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ലൈവ് ഒക്കെ മിസ്സായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ എത്രയും തവണ റെക്കോർഡർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ റെക്കോർഡറായിട്ട് വേണമെങ്കിൽ ആ ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റും. പിന്നെ അതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ ഓവർസിയർ എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ സിലബസ് ആയാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ എങ്ങനെയാണ്, നിമി ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ. നമ്മുടെ ITIയുടെ ഇതായിട്ടുള്ള നാഷണൽ ഇതിൻ്റെ നിമി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങളെ ഓരോ സബ്ജക്റ്റുകളും അതിൽ നിന്ന് ഏതൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നിമി വേണ്ട, അതിൽ കുറേ തെറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഫാക്കൾട്ടീസ് നോക്കിയിട്ട് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നിമിയിൽ നിന്ന് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അധികം നിമിയെ അടുപ്പിക്കാത്തത് ഏത് ഭാഗമാണ്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്ലാസ്സുകൾ വരുന്നത്. ദെൻ നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എക്സാംസുകളിൽ മാർക്ക് നേടുന്നുണ്ടോ, ക്ലാസ്സുകൾ ഏതെങ്കിലും നിങ്ങൾ മിസ്സാകുന്ന കംപ്ലീറ്റ് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് മെൻറ്റർ, നിങ്ങളുടെ ബാച്ചിന് ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് സീരീസുകൾ, ഡൗട്ട് ക്ലിയറൻസുകൾ, സ്റ്റഡി പ്ലാനുകൾ, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ക്ലാസ്സുകൾ മാത്രം വെറുതെ ഞങ്ങൾ വരുന്നു, ഇങ്ങനെ നിന്ന് ക്ലാസ് എടുക്കുന്നു, പോകുന്നു, നെക്സ്റ്റ് ഡേ എക്സാം ഇടുന്നു, അതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ തീരുന്നതിനനുസരിച്ച് 1-2 മാസങ്ങൾ കൂടുമ്പോൾ 1-2 മാസത്തിനുള്ള, 1 മാസത്തിനുള്ള, 1 വീക്കിനുള്ള സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെൻറ്റർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഈ എക്സാംസുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് അല്ലേ. നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസുകളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുള്ള കാര്യമാണ് അല്ലേ, ആ സമയത്തിനുള്ളിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് ശരിയാക്കാനുള്ള ഒരൊറ്റ ഐഡിയ ഉള്ളൂ, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. കുറഞ്ഞ സമയം ഇട്ടിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് 20 ക്വസ്റ്റ്യൻ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റുകൾ, എക്സാംസുകൾ, അത് ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ അതിൻ്റെ എക്സാംസുകൾ, ഓരോ സബ്ജക്റ്റുകൾ തീരുമ്പോൾ അതിൻ്റെ എക്സാംസുകൾ, പിന്നെ റിവിഷൻ എക്സാംസുകളായിട്ട് നിങ്ങൾക്ക് വീക്കിലി പല സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ, അവസാനം നമ്മളെ ഒറിജിനൽ എക്സാമിൻ്റെ അതേ രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെ മാക്സിമം നമ്പർ ഓഫ് എക്സാംസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം ബൗണ്ടിനുള്ളിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസിൽ ശീലമായ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എക്സാമിനും ടൈം വലിയൊരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് അങ്ങ് ചാടി കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയാണ് ക്ലാസ്സുകൾ വരിക, എപ്പോഴൊക്കെയാണ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ലൈവാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ സൈലം ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാ ബാച്ചിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ലൈവുകളും ഡൗട്ടുകളും കാര്യങ്ങളും അതിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ്, അതിൻ്റെ ആവശ്യമില്ല, ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ലേറ്റർ ആയിട്ട് റെക്കോർഡ് കണ്ടിട്ട് അപ്പോഴാണ് ഡൗട്ട് വരുന്നതെങ്കിൽ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതുപോലെ ഫാക്കൾട്ടീസിന് സെപ്പറേറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേണുകളും ഡൗട്ടുകളും കാര്യങ്ങളും എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സൈലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും ടോപ്പ് നോച്ച് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞൊരു ഫീസിലാണ്. 1 ഇയറിലോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസ് വരുന്നത് എത്രയാണ്, നിങ്ങൾക്ക് ഫീസ് വരുന്നത് 3,999 ആണ്. അപ്പോൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്കാണ് ഈ ഒരു ഫീസിൽ ഈ പറയുന്ന, ഞാൻ പറഞ്ഞ ഓവർസിയർ എക്സാം, ഒരുപാട് എക്സാംസുകളാണ് വരുന്നത്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് എക്സാംസുകളാണ് നമുക്ക് അടുത്ത 2 വർഷങ്ങളിൽ നമുക്ക് വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഒരേ സിലബസുകളാണ്, കുറഞ്ഞ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ആ വ്യത്യാസം വരുന്നതും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു റാങ്ക് നമുക്ക് നേടാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മുടെയൊക്കെ
ലൈഫിൽ നമ്മളൊക്കെ ഒരു കരിയർ ഗോൾ ആയിട്ടുള്ള പഠിച്ച ഫീൽഡിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും. അതല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, എക്സാം വന്നിട്ട് പഠിക്കാം എന്ന് പറയുന്നത് എന്താണ്, അത് ആക്ച്വലി ഈ ഒരു കേസിൽ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും കോമ്പറ്റീഷൻ വരുന്ന ഈ ഒരു സമയത്ത് അത് നല്ലൊരു തീരുമാനമല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ 9995100800 എന്നുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.